സൂറത്ത് ലുഖ്മാനിൽ അതിന്റെ 16-ാമത്തെ ആയത്തിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. അപ്പൊ അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കടുകുമണിയോളം വലിപ്പമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കടുകുമണി, അത് ഭൂമിയിൽ എവിടെയെങ്കിലും, ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പാറക്കെട്ടിനുള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചാലും, അതായത് കറുത്ത പാറക്കുള്ളിൽ ആ ചെറിയ കടുകുമണി നിങ്ങൾ ഒളിപ്പിച്ചാലും, ഇനി ഭൂമി വേണ്ട, ഈ വാനലോകത്ത് അതല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെ നിങ്ങൾ കൊണ്ടുപോയി വെച്ചാലും, സുബ്ഹാനല്ലാഹ്, പറയുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ ഉള്ളംകൈയിൽ വെച്ച ഒരു കടുകുമണി, അപ്പൊ അത് ഈ റൂമിൽ തന്നെ വളരെ ചെറുതാണ്. നമ്മൾ സൂം ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ റൂം കഴിഞ്ഞ് പിന്നീട് നമ്മുടെ പട്ടണം കഴിഞ്ഞ് ആ വിശാലമായിട്ടുള്ള ഭൂമിയും കഴിഞ്ഞ് നമ്മൾ ആ സൂം ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ സൗരയുധത്തിൽ തന്നെ ഒരല്പം കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഭൂമി തന്നെ ഒരു കടുകുമണിയോളം ചെറുതാകും. അപ്പൊ വീണ്ടും വീണ്ടും സൂം ചെയ്ത് നിരവധി ഗാലക്സികളെല്ലാം കടന്നു പോകുന്നതിനനുസരിച്ച് നമുക്കറിയാവുന്ന ആ മൊത്തം പ്രപഞ്ചമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ആ കടുകുമണി എത്ര ചെറുതാണ്. അള്ളാഹു പറയാണ്, ആ ഒരു കടുകുമണി നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ നിങ്ങൾ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും യഅതി ബിഹല്ലാ, അള്ളാഹു ഉടനെ തന്നെ, അത് എവിടെയായാലും ഉടനെ തന്നെ അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. ശേഷം ആയത്തിന്റെ അവസാനം ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അള്ളാഹുവിന്റെ ആ സൂക്ഷ്മമായിട്ടുള്ള ആ ജ്ഞാനം അതവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു തലം. രണ്ടാമത്തെ അതിന്റെ ഒരു തലം ഞാൻ പറഞ്ഞു, അഗോചരമായിട്ടുള്ള രൂപത്തിൽ, അദൃശ്യമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയുടെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹു ലതീഫും ബിഇബാദിഹി അള്ളാഹു പറയുന്നുണ്ട്. വളരെ പ്രസിദ്ധമായി തീർന്ന ആ ഒരു കോട്ടിൽ പറയുന്നത് പോലെ, ഗോഡ് വർക്ക്സ് മിസ്റ്റീരിയസ് വേസ്, അതായത് ദൈവം വളരെ നിഗൂഢമായിട്ടുള്ള വഴികളിലൂടെയാണ് പ്രവർത്തിക്കുക. ആ ഒരു ആശയത്തെ അന്വർത്ഥമാക്കുന്നതാണ് അൽ ലത്തീഫ് എന്നുള്ള ആ ഒരു നാമം. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും ആ സാന്നിധ്യം സദാ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ചിന്തിക്കാനോ ഗ്രഹിക്കാനോ കഴിയാത്ത വിധം സദാ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്.